കേരളത്തിന്റെ സാമൂഹിക സമുദായ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ അടുത്തിടെ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളും മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും കേരളത്തിൽ വലിയൊരു സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെയും മലപ്പുറം ജില്ലയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ മറുവശത്ത് മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും തീവ്രവാദി എന്ന് വിളിക്കുന്നതും ജനാധിപത്യപരമായ സംവാദങ്ങളുടെ എല്ലാ പരിധികളും ലംഘിക്കുന്നതാണെന്നുള്ള ആരോപണം ഉയരുന്നു. ശിവഗിരിയിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടയിലാണ് തർക്കങ്ങളുടെ തുടക്കം. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും അവിടെ ഈഴവ സമുദായം നേരിടുന്ന അവഗണനയെക്കുറിച്ചും വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് റിപ്പോർട്ടർ TV മാധ്യമ പ്രവർത്തകൻ റഹീസ് റഷീദ് ചോദ്യം ഉന്നയിച്ചു. ഈ ചോദ്യം വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിക്കുകയും അദ്ദേഹം മാധ്യമപ്രവർത്തകന്റെ മൈക്ക് കൈകൊണ്ട് തട്ടിമാറ്റുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ വലിയ വിമർശനങ്ങളും ഉയർന്നു. ഒരു മുതിർന്ന നേതാവ് മാധ്യമപ്രവർത്തകരോട് കാണിക്കേണ്ട മിനിമം മര്യാദ വെള്ളാപ്പള്ളി ലംഘിച്ചു എന്നതായിരുന്നു പ്രധാന ആക്ഷേപം. മൈക്ക് തട്ടിമാറ്റിയ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ പ്രകോപിതനായത്. തന്നോട് ചോദ്യം ചോദിച്ച റഹീസ് റഷീദ് ഒരു തീവ്രവാദിയാണെന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. റഹീസ് ഈരാറ്റുപേട്ടക്കാരനാണെന്നും മുമ്പ് MSF നേതാവായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്.